അബോർഷൻ വന്നുപോയ അമ്മമാർ ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് ഓർത്തിരുന്നിട്ട് അവസാനം മാസങ്ങൾ കൊണ്ട് കുഞ്ഞ് ജനിക്കേണ്ടതായിട്ട് കാത്തിരുന്നു. പക്ഷേ അപ്പോൾ പ്രഗ്നൻ്റായി, പിന്നീട് താമസിയാതെ അത് സ്പോട്ടിംഗ് ആയിപ്പോയി. കർത്താവ്, അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ ഈ സമയത്ത് മനസ്സിൽ ഓർക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരും എന്നോട് പറഞ്ഞതോ നേരത്തെ കേട്ടതിൻ്റെ ഓർമ്മയല്ല, എൻ്റെ മനസ്സിലിപ്പോൾ വന്നതാണ്. ഇത് കേൾക്കുന്ന ആരോഗ്യം ഉണ്ട്. അവരെല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം ദൈവവേദനെ. ഒരു സീല് ഇല്ലാത്തതിൻ്റെ പേരിൽ, സീല് മാഞ്ഞുപോയതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരെ കാണിക്കുന്നുണ്ട്. അതിനെല്ലാം റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, നീ വിഷമിക്കരുതെന്ന് ഈശോ പറയുന്നു. നീ എന്ത് വിഷമം ഉണ്ടെങ്കിലും ആ സമയത്ത് കർത്താവിനെ ഓർക്കാൻ പറയുന്നുണ്ട്. ഓർമ്മ വലിയൊരു കാര്യമാണ്. കർത്താവ് പറഞ്ഞില്ലേ, കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും കർത്താവ് ഓർത്തിരിക്കുന്നൊരു സ്വഭാവമാണ്. പണ്ട് ഒരു സ്ത്രീ കർത്താവിൻ്റെ പാദത്തെങ്കിൽ തൈലം പൂശില്ലേ. അപ്പം യൂദാസ് അതിനെതിരെ, ആ ബethനിയായിലെ മറിയത്തിനെതിരെ യൂദാസ് പിറുപിറുത്തില്ലേ. അപ്പം കർത്താവ് അവളോട് പറഞ്ഞ നന്ദി എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ ഓർത്തിരിക്കും എന്നല്ല പറഞ്ഞത്. അതിനെ അവിടെ ജനക്കൂട്ടം ഉണ്ടായിരുന്ന കൊണ്ടാണ് പറഞ്ഞത്, ലോകത്തിലിവിടെ എല്ലാം സുവിശേഷം പ്രഘോഷിച്ചാലും ഇവൾ ചെയ്ത കാര്യം ഓർത്തിരിക്കും. ആ ശരിക്കും പറഞ്ഞാൽ അതെന്താണ് പറയാതെ പറഞ്ഞത്? നിന്നെ ഞാൻ ഓർത്തിരിക്കും. അതാണ് ഈശോ. അതുകൊണ്ട് തന്നെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നതാണ് ഈ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം. ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോയിൽ ജീവിക്കും. കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. അവരങ്ങയെ ആഴത്തിൽ അറിയാനിടയാക്കണം. അവരുടെ ഓരോ തകർച്ചകളിലും അവരെ നീ സന്ധിച്ചിട്ടുണ്ടെന്നും അവരെ അറിയാത്ത പല കാര്യങ്ങൾക്ക് അവരെ നീ സംരക്ഷിച്ചിട്ടുണ്ടെന്നും അവരെ നീ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗികളെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ. മരണം നടന്ന വീടുകളെ സംബന്ധിച്ച് ഉറ്റവർ മരിച്ചുപോയവരുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ വേദനിക്കുന്ന ജീവിത പങ്കാളികളുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് സമർപ്പിക്കുകയും കർത്താവിൻ്റെ കൈകളിലേക്ക് അമ്മയുടെ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത ഞാൻ ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു.